ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏതെങ്കിലും രീതിയിൽ ഇവിടെ വെച്ച് തന്നെ ഇതൊക്കെ അവസാനിപ്പിക്കാൻ നോക്ക്. ഞാൻ ഉടനെ വരാം. വന്ന് വരുണ്ണി ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരാം. എടീ, ചങ്കൂറ്റം ഉണ്ടെങ്കി അതാ ചെയ്യേണ്ടത്. അവൻ ഇവിടെ കിടന്ന് പ്രണയനാടകം കളിച്ചോണ്ടിരിക്ക. അവരുടെ ഒരു നോട്ടവും ഭാവവും. ആ, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അഖിൽ സർ, നമ്മുടെ മോളെ തെറ്റ് ചെയ്യുകയാണോ? വരുൺ അവളെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷേ അവൾ അതിനൊരു കൃത്യമായിട്ടുള്ള പരിധി നിശ്ചയിച്ചു പോയിരുന്നതാ. വരുൺ പ്രിയങ്കയുടെ ഭർത്താവാ. അവരൊന്നിച്ച ജീവിക്കുന്നെന്നൊക്കെ എത്ര തവണ അവൾ തന്നെ പറഞ്ഞിരുന്നു. എന്നിട്ടും അരുതാത്ത ചിന്തയൊക്കെ അവളുടെ മനസ്സിൽ വന്നു പോയാ. എനിക്കിപ്പോ തന്നെ മോളെ കാണണം. ഇക്കാര്യം എനിക്ക് ചോദിച്ചേ പറ്റൂ. ഇപ്പൊ പോണ്ട ശ്യാമേ. പിന്നെ എപ്പോ ചോദിക്കാനാ? രാധിക ഇപ്പൊ ഹോസ്പിറ്റലിലായിരിക്കും. ഈ അവസ്ഥയില് ശ്യാമ അവളെ തേടി പോകാതിരിക്കുന്നേ നല്ലത്. ശ്യാമയുടെ കണ്ടീഷൻ ഓക്കെ അല്ലല്ലോ. എനിക്കൊരു കുഴപ്പമില്ല. എന്നാലും വേണ്ട ശ്യാമേ. ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് പിന്നെ കാണാം. സാധാരണ എന്ത് കാര്യം സംഭവിച്ചാലും ഭഗവാന്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചാൽ എനിക്കൊരു സമാധാനം കിട്ടുന്നതാ. ഇക്കാര്യത്തിൽ അതുപോലും ഉണ്ടാവുന്നില്ല. അളവ് വിട്ട് സ്നേഹിച്ചെന്റെ കുറ്റമാണോ? ഞാൻ അവളുടെ മുന്നിൽ മുഖം മറച്ചല്ലേ നിൽക്കുന്നത്. അപ്പൊ അവൾക്ക് എന്റെ മുന്നിൽ മുഖം മറയ്ക്കാൻ എന്താ പ്രയാസം അല്ലേ? ശ്യാമേ, കൂടുതൽ ചിന്തിക്കും തോറും ശ്യാമ അസ്വസ്ഥയാ. അസ്വസ്ഥത വന്നാ പിന്നെ ശരീരം നേരെ നിൽക്കില്ല. അതുകൊണ്ടാ ഞാൻ പറയുന്നേ, സൗകര്യപൂർവ്വം മോളെ കാണുമ്പോ നമുക്കത് ചോദിക്കാം. അതുവരെ ഇത് മനസ്സിലിട്ട് വളർത്തരുത്. അങ്ങനെ മതി. എഴുതി, ഈ സ്നേഹത്തിന്റെ ഏറ്റവും കൂടിയ ഉയരത്തിലാ ഞാൻ എന്റെ മോളെ കൊണ്ടുവച്ചിരിക്കുന്നത്. അവിടെ നിന്നുള്ള വീഴ്ചയുണ്ടല്ലോ, അതൊട്ടും സഹിക്കാൻ പറ്റാത്തതാ. രാധിക അറിഞ്ഞുകൊണ്ടാണ് വരുൺ അവിടെ ചെന്നതെങ്കിൽ, അവര് തമ്മില് അങ്ങനെ ഒരു തീരുമാനം എടുത്തുവെങ്കിൽ എനിക്കവളോട് പൊറുക്കാൻ പറ്റില്ല.